വാട്സാപ്പിൽ യാതൊരു മുതൽമുടക്കുമില്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ 100 കമന്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ലൈവായി ചെയ്ത് കാണിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി കാണുക, എന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ഹായ്, ഞാൻ പ്രിയ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഇതാ ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോവാം. അവിടെ കുറേയധികം ലിങ്ക്സ് കാണും. ഇതെല്ലാം നമുക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ഹോൾസെയിൽ ഡീലേഴ്സിന്റെ ലിങ്ക്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എല്ലാ ദിവസവും പ്രോഡക്റ്റ് ഇതുപോലെ അപ്ലോഡ് ചെയ്യും. അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും അടക്കം എല്ലാ ദിവസവും അവർ അപ്ലോഡ് ചെയ്യും. അതിനുശേഷം നിങ്ങളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കണം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് ഇവരെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അത് എത്രയധികം മെമ്പേഴ്സ് ഉണ്ടോ അത്രയധികം ബെനിഫിറ്റും ഉണ്ടാവും നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു പേരിടണം. നിങ്ങൾ ഓൺലൈൻ, ശരിക്കും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പായിട്ട് കാണണം. ആ ഷോപ്പിൽ നിങ്ങളൊരു പേരിടണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര്. അത് എത്രത്തോളം സിമ്പിളും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രത്തോളം ബെറ്റർ ആണ്. ആക്ച്വലി എനിക്കൊരു ഷോപ്പ് ഉണ്ട്, അതിന്റെ പേര് ആക്സോ എന്നാണ്. ഓൺലൈൻ സ്റ്റോർ എൻ്റെ മോൻ ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് നിങ്ങളെ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാനുഫാക്ചറിന്റെ ഗ്രൂപ്പിലെ അവിടെ പ്രോഡക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. പ്രോഡക്റ്റും അതിന്റെ പ്രൈസും അതിന്റെ ഡീറ്റെയിൽസും എല്ലാം അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ഇഷ്ടപ്പെട്ടത് ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്ത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പേസ്റ്റ് ചെയ്യാം. അതിന്റെ പ്രൈസും ഡീറ്റെയിൽസും അടക്കം പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് പ്രൈസ് മാറ്റണം. നിങ്ങൾക്ക് എത്രയാണോ മാർജിൻ ആവശ്യം ആ മാർജിൻ ആഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആയിരിക്കണം പിന്നെ നിങ്ങൾ അതിൽ ഇടേണ്ടത്. എന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർജിൻ ആഡ് ചെയ്യുക. പക്ഷേ എന്ന് വെച്ച് മറ്റുള്ളവർ കാണുമ്പം അവർക്ക് ഓക്കെ ആകുന്ന അത്രയും മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരത്ര വില്ലിങ് ആവില്ല. അപ്പോൾ അതിനനുസരിച്ച് നോക്കി നിങ്ങളത് പ്രോഡക്റ്റിന്റെ പ്രൈസും ഡീറ്റെയിൽസും ഫോട്ടോയും എല്ലാം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ബിസിനസ് ആരംഭിക്കുന്നത്. ഈ ഡ്യൂട്ടി നിങ്ങൾ എല്ലാ ദിവസവും മൊബൈലിൽ ചെയ്യണം. അതിനുശേഷമാണ് ബിസിനസ് തുടങ്ങുന്നത്. ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും നെയ്ബേഴ്സും മറ്റു വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പേഴ്സും എല്ലാവരും കാണുമല്ലോ. അപ്പോൾ അവരത് ശ്രദ്ധിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരത് നിങ്ങളോട് എന്തായാലും സംസാരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ പ്രൈസ് എത്ര, അതിൻ്റെ സൈസ് എത്ര, ഇനി എന്തെന്നാണോ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളത് അത് കംപ്ലീറ്റ് നിങ്ങൾ അവരോടുമായി സംസാരിച്ചാൽ അവർ ഓക്കെ ആണോ അല്ലയോ എന്ന് അവർ നിങ്ങളോട് പറയും. അവർ ഓക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്രൈസും ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത്, എന്താണോ ഫുൾ അഡ്രസ്സ്, ആ ഫുൾ അഡ്രസ്സും പ്രൈസും നിങ്ങൾ അവരിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർജിൻ വെച്ച് ബാക്കിയുള്ളത് എന്താണോ, നിങ്ങളുടെ മാർജിൻ കഴിച്ചിട്ടുള്ള പ്രൈസ് എന്താണോ മാനുഫാക്ചറിൻ്റെ ഗ്രൂപ്പിൽ എന്താണോ പ്രൈസ് അവരിട്ടിട്ടുള്ളത് ആ പ്രൈസും ഫുൾ അഡ്രസ്സും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മാനുഫാക്ചർക്ക് പേഴ്സണലായി അയച്ചു കൊടുക്കുക. ഫുൾ അഡ്രസ്സിൻ്റെ കാര്യത്തിൽ വളരെയധികം കൃത്യത പാലിക്കണം. എവിടെയെങ്കിലും അഡ്രസ്സിന് ഒരു പ്രശ്നം വന്നാൽ നിങ്ങളാണ് പെടുക, നിങ്ങൾക്കാണ് പണി കിട്ടുക. അവർ ഫാമിലി മെമ്പേഴ്സാണ്, ഫ്രണ്ട്സാണ്, നെയ്ബേഴ്സാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ പെടും. നിങ്ങൾ മാനുഫാക്ചറിന് കൈമാറി കഴിഞ്ഞാൽ അവർ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവരത് ഡിസ്പാച്ച് ചെയ്യും. ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്ക് ലിങ്ക് അവർ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ കസ്റ്റമർക്ക് കൈമാറുക. അങ്ങനെ കൈമാറുന്നത് ഒരു ട്രസ്റ്റിൻ്റെയും കൂടി ഭാഗമാണ്. അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകം അവരോട് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് അൺബോക്സ് ചെയ്യുന്നതിന് മുൻപേ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്താൽ മാത്രമേ ആ വീഡിയോ എടുക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് മാനുഫാക്ചർക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ അതിനെന്തെങ്കിലും ഡാമേജസോ അല്ലെങ്കിൽ അൺഫിറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതൊക്കെ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് വളരെ ഭംഗിയായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പ്രോഡക്റ്റ് ട്രാക്കിംഗ് ലിങ്ക് നിങ്ങൾക്ക് മാനുഫാക്ചർ അയച്ചു തന്നാൽ അത് കൃത്യമായി കസ്റ്റമർക്ക് കൈമാറാൻ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ അതൊരു ട്രസ്റ്റിൻ്റെ ഭാഗമാണ്. കാരണം നിങ്ങൾക്കും കുറച്ചധികം ടെൻഷൻ ഫ്രീ ആവാൻ പറ്റും. കാരണം കസ്റ്റമർ തന്നെ അത് കുറച്ചധികം മാനേജ് ചെയ്യും. എവിടെ എത്തി, സാധനം എവിടെ എത്തി എന്നൊക്കെ, അവരുടെ പ്രോഡക്റ്റ് എവിടെ വരെ എത്തി എന്നൊക്കെ അവർ തന്നെ മാനേജ് ചെയ്യും. പിന്നെ വീഡിയോ എടുക്കാൻ മറക്കരുത്. കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അടിക്കാൻ നമുക്ക് അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൈസ് മാനുഫാക്ചർക്ക് അയച്ചു കൊടുക്കും. നിങ്ങളുടെ മാർജിൻ മൈനസ് ചെയ്തിട്ടുള്ള പ്രൈസ് മാത്രമേ നിങ്ങൾ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്യൂട്ടി അവിടെ പൂർത്തിയായി. അപ്പോൾ ഒരു മുതൽ മുടക്കും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം, ഒരു സൈഡ് ഇൻകം ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. മാനുഫാക്ചർമാർ ഉപയോഗിക്കുന്ന ഓൺലൈൻ കൊറിയേഴ്സ് അധികം DTDC, ഡൽഹി വെറീസ് പോലെയുള്ളതാണ്. അവരെന്തായാലും ഒരു 4-5 ദിവസം എടുക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിലൂടെ എങ്ങനെ യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ നമുക്ക് ഒരു സൈഡ് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. മാക്സിമം ആൾക്കാർ അത് ചെയ്തൊരു സൈഡ് ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചെയ്യാൻ പറ്റിയവരെ കമൻറ്റ് ബോക്സിൽ യെസ് ഇടുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം.